മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസിൽ KSIDCക്കായി സുപ്രീം കോടതിയിലെ വമ്പൻ അഭിഭാഷകൻ ഹാജരാകുന്നത് വിവാദത്തിലാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ വാദിക്കുന്നത് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനാണ്. മുതിർന്ന അഭിഭാഷകനായ CS വൈദ്യനാഥനാണ് ഹാജരായിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണം മുറുകിയ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിലെ ഉന്നത അഭിഭാഷകനെ തന്നെ ഇതിനായി സമീപിച്ചിരിക്കുന്നത്. വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ CMRL 1.05 കോടി രൂപയുടെ നിക്ഷേപം വ്യവസായ വകുപ്പിന് കീഴിലെ KSIDCക്കുണ്ട്. വിവാദങ്ങൾ ചൂടുപിടിക്കുകയും കേന്ദ്ര ഏജൻസി അന്വേഷണം കടുപ്പിക്കുകയും ചെയ്തതോടെയാണ് കേസ് നടത്തിപ്പിനായി പ്രമുഖനായ വ്യക്തിയെ തന്നെ KSIDC അഭിഭാഷകനാക്കിയത്. ഈ അഭിഭാഷകന്റെ വാദം ഫലത്തിൽ വീണ വിജയന് കൂടി വേണ്ടിയാകും. ഈ കേസിൽ KSIDCക്ക് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ വീണ വിജയൻ കടുത്ത പ്രതിരോധത്തിലാണ്. അതുകൊണ്ട് കൂടിയാണ് വമ്പൻ അഭിഭാഷകനെ KSIDC എത്തിക്കുന്നത്. KSIDC പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ നിർദ്ദേശപ്രകാരമായിരിക്കും KSIDC മാനേജ്മെന്റ് CS വൈദ്യനാഥനെ കേസിൽ നടത്തിപ്പിനായി സമീപിക്കാനുള്ള കാരണവും. കേസുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 24-ന് ഹൈക്കോടതിയിൽ ഓൺലൈനായി CS വൈദ്യനാഥൻ ഹാജരായതിന് ഒറ്റ ദിവസത്തെ ഫീസായി ആവശ്യപ്പെട്ടിരിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. ഇതിനായി KSIDCക്ക് കത്തും വൈദ്യനാഥൻ നൽകിയിട്ടുണ്ട്. കൂടാതെ ഓഫീസ് ചാർജ് വേറെയും നൽകണം. തുടർന്നുള്ള സിറ്റിംഗുകളിലും ഇദ്ദേഹം തന്നെ ഹാജരാകും. അതിനുള്ള ചാർജും പ്രത്യേകമാകും. ഫലത്തിൽ വീണ വിജയൻ കേസിൽ KSIDCയുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഒഴുകും. എക്സാലോജിക്കും CMRL തമ്മിലുള്ള പണം ഇടപാടുകളിൽ KSIDC നൽകിയ വിശദീകരണം തൃപ്തികരമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പനി നിയമം 210 പ്രകാരം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയമാണ് അന്വേഷണം നടത്തുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയിലെ ഹർജിയിൽ 4ാം എതിർകക്ഷിയുമാണ് KSIDC. രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസുകളിലടക്കം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ സേവനം തേടുന്നതിലൂടെ സർക്കാർ ഖജനാവിൽ ഉണ്ടാകുന്നത് വൻ സാമ്പത്തിക ബാധ്യതയാണ്. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 7.25 കോടി രൂപയാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്കായി ഖജനാവിൽ നിന്ന് ചിലവഴിച്ചത്. 2023 ഒക്ടോബർ വരെയുള്ള കണക്കാണിത്. നയതന്ത്ര ചാനൽ വഴി നടന്ന സ്വർണ്ണക്കടത്ത് മുതൽ കിഫ്ബി മസാല ബോണ്ട് വരെയുള്ള കേസുകൾക്കായാണ് മണിക്കൂറിന് ലക്ഷങ്ങൾ വിലയുള്ള സുപ്രീം കോടതിയിലെ അഭിഭാഷകരുടെ സേവനം സർക്കാർ തേടിയത്. അഡ്വക്കേറ്റ് ജനറൽ മുതൽ ഗവൺമെന്റ് പ്ലീഡർ വരെയുള്ള അഭിഭാഷകർക്കായി ശമ്പള ഇനത്തിൽ മാസം 155 കോടിയിലധികം രൂപ ചിലവഴിക്കുമ്പോഴാണ് സുപ്രീം കോടതി അഭിഭാഷകരുടെ സേവനവും സർക്കാരിന് തേടേണ്ടി വരുന്നത്. എല്ലാ കാലത്തും ഇത്തരത്തിൽ സർക്കാർ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരുടെ സേവനം തേടിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുതീർപ്പ് ശ്രമമാണെന്ന വാദവും സജീവമാണ്. അയോധ്യ കേസിൽ അടക്കം വാദമുയർത്തിയ അഭിഭാഷകനാണ് CS വൈദ്യനാഥൻ. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് 17.87 കോടി രൂപയാണ് ഇത്തരത്തിൽ ചിലവഴിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 12.17 കോടി രൂപയും ചിലവഴിച്ചു. പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രസിഡന്റ് AK ഹരിദാസിന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് അഭിഭാഷകർക്കായി ചിലവായ തുകയുടെ വിവരങ്ങൾ ഉള്ളത്. സുപ്രീം കോടതിയിൽ അയോധ്യ രാമജന്മഭൂമി കേസിൽ രാംലല്ലയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് CS വൈദ്യനാഥൻ. മുൻപ് പല കേസിലും കേരള സർക്കാരിന് വേണ്ടി വൈദ്യനാഥൻ ഹാജരായിട്ടുണ്ട്. അന്വേഷണക്കുരുക്ക് മുറുകുന്ന സാഹചര്യത്തിലാണ് മുതിർന്ന അഭിഭാഷകനെ സമീപിച്ചത്. പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDCയുടെ മാനേജ്മെന്റ് സർക്കാർ നിർദ്ദേശമില്ലാതെ ഇതിന് മുതിരില്ല. പുറത്തുനിന്നും അഭിഭാഷകനെ എത്തിച്ച പ്രധാനപ്പെട്ട കേസുകളും നൽകിയ ഫീസും ഇങ്ങനെയാണ്. മട്ടന്നൂർ ഷുഹൈബ് കേസ് 96.34 ലക്ഷം രൂപ. പെരിയ ഇരട്ടക്കൊല കേസ് 1.14 കോടി. നിയമസഭ അക്രമ കേസ് 16.50 ലക്ഷം. സോളാർ കേസ് 1.20 കോടി. ഇതര സംസ്ഥാന ലോട്ടറി കേസ് 1.78 കോടി. ലൈഫ് മിഷൻ കേസ് 55 ലക്ഷം. ചെറുവള്ളി എസ്റ്റേറ്റ് കേസ് 16.50 ലക്ഷം. രാജ്യസഭ തിരഞ്ഞെടുപ്പ് കേസ് 60 ലക്ഷം രൂപ. 2021 ഏപ്രിൽ മുതൽ 2023 ഓഗസ്റ്റ് വരെ ഹൈക്കോടതിയിൽ ഹാജരായ സുപ്രീം കോടതി അഭിഭാഷകരും ചിലവായ തുകയും. ഹാരിൻ P. റാവൽ 70 ലക്ഷം. CS വൈദ്യനാഥൻ 60 ലക്ഷം. KK വേണുഗോപാൽ 23.25 ലക്ഷം. ഫാലി S. നരിമാൻ 30 ലക്ഷം. സുഭാഷ് ശർമ്മ 9.90 ലക്ഷം. സഫീർ അഹമ്മദ് 4 ലക്ഷം. മദൻ B. ലോക്കൂർ 24 ലക്ഷം. മുഹമ്മദ് നിസാമുദ്ദീൻ പാഷ 8 ലക്ഷം. വിനോദ് K. ആനന്ദ്, ഫാലി S. നരിമാന് ക്ലാർക്ക് 3 ലക്ഷം. ഇക്കാലയളവിൽ സുപ്രീം കോടതിയിൽ ഹാജരായവരിൽ കൂടുതൽ ഫീസ് വാങ്ങിയവർ ജയദീപ് ഗുപ്ത 1.29 കോടി. രഞ്ജിത് കുമാർ 71.50 ലക്ഷം. KK വേണുഗോപാൽ 50 ലക്ഷം. പല്ലവ് ശിശോദിയ 38.50 ലക്ഷം. കപിൽ സിബിൽ 36,50,000. രാകേഷ് ദ്വിവേദി 25 ലക്ഷം. ഹാരിൻ P. റാവൽ 19.80 ലക്ഷം. ചന്ദർ ഉദയ് സിംഗ് 19 ലക്ഷം. KN ബാലഗോപാൽ
18.70 ലക്ഷം, PV സുരേന്ദ്രനാഥ് 17.60 ലക്ഷം, വി ഗിരി 17.50 ലക്ഷം, R ബസന്ത 11 ലക്ഷം.